നീ പോകൂ, ഞാൻ പിന്നെ വന്നേക്കാം. സാർ, എന്താ എനിക്ക് ഞാൻ ഒരു കാര്യം പറയാനാണ്. എന്ത് കാര്യം? ക്ലാസ്സിൽ എല്ലാവരും എന്നെ കളിയാക്കുന്നു സാർ. എന്തിനാ? ക്ലാസ്സിൽ വെച്ച് എന്താണ് ഇത് സ്വപ്നം കാണുന്നതെന്ന് സാർ ചോദിച്ചില്ലേ? ചോദിച്ചു. ക്ലാസ് കുറെ കൂടെ ശ്രദ്ധിച്ചിരിക്കണം. തന്നെയുമല്ല, പെൺകുട്ടികൾക്ക് കുറെ കൂടെ അടക്കവും ഒതുക്കവും വേണം. പറയാമെന്ന കാര്യം ഞാനതെങ്ങനെയാണ് സാറിനോട് പറയുന്നത്? ഓഹോ, പ്രേമമല്ല എന്റെ സബ്ജക്ട്, കെമിസ്ട്രിയാണ്. അണ്ടർസ്റ്റാൻഡ്? നീ വരുന്നില്ലേ? ഇല്ല, വീടിന്റെ താക്കോല് ഇന്ന് തന്നെ വാങ്ങാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നെന്താ മുഹൂർത്തം വല്ലതുണ്ടോ? നിന്റെ പെണ്ണ് വീട്ടിന്റെ മുഹൂർത്തം തീർച്ചപ്പെടുത്തിയില്ലേ? ഇനി എന്നെ വരാന്തയിൽ ഇറങ്ങിക്കിടാ എന്ന് പറയാൻ ഇടയാക്കണ്ട. അത് ശരി. താക്കോല് വാങ്ങി സാധനങ്ങൾ അങ്ങോട്ട് മാറ്റിയാൽ താമസം എപ്പോഴും വേണമെങ്കിലും മാറ്റിക്കൊള്ളാമല്ലോ. ഓഹോ, എന്ന് നിന്റെ വീട്ടിൽ ആതിഥേയ യക്ഷിയോട് എന്റെ അന്വേഷണം ഒന്ന് പറഞ്ഞേക്കും. അനന്തൻ, അനന്തൻ, കുടുംബാസൂത്രണം മാങ്ങാത്തൊലി. ഇതാരോടാ സംസാരിക്കുന്നത്? ഇവിടെ നീ ഞാനും അല്ലാതെ വേറെ ആരാണ്ടിരിക്കുന്നോ സംസാരിക്കാൻ? അത് എന്റെ കുറ്റോ? എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നമുക്കൊരു സന്താനം ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടതേ ഉള്ളൂ. എത്ര തീയതി? 17. അപ്പൊ 30 days സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ, 23 ദിവസമായി. എന്തോന്നാ കണക്ക് കൂട്ടുന്നത്? അല്ലല്ല, കഴിഞ്ഞ മാസം നീ ആരാവ്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാ മനസ്സിലായില്ല? ഇവിടുത്തെ കോളേജ് ലെക്ചറർ ഷീനിയാണ്. ഓഹോ, മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന മിസ്റ്റർ അനന്തനല്ലേ? അതെ. പലർക്കും പല കാര്യത്തിനും മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന അനന്തനാണ്. പക്ഷെ എന്റെ ഒരു കാര്യത്തിന് ഒരു മരുന്ന് പറഞ്ഞു തരാൻ ഒരുത്തനുമില്ല. നിങ്ങൾ നാണക്കേട് പറയാതിരിക്കണം. ആ തെക്കേ വീട് ഞാൻ വാടകയ്ക്ക് എടുത്തു. താക്കോൽ ഇവിടെ ഒന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങളാണോ? അതെ. ഓഹോ, വല്ല വിരോധികളെയും താമസിപ്പിക്കാനായിരിക്കും. അല്ല, എനിക്ക് തന്നെ. പറഞ്ഞ ഭാര്യയും മക്കളും മറ്റ് വേണ്ടപ്പെട്ടവരാരും ഇല്ലായിരിക്കും. ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ. ഇരിക്കണം. താങ്ക് യു. എന്ന് വെച്ച് ലെക്ചറിന് ആണെന്നല്ലേ പറഞ്ഞത്? അതെ. പ്രൊഫസറായി പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത് മരിച്ചാ പോരെ? എനിക്ക് ഭൂതപ്രേതാദികളിലൊന്നും ഒരു വിശ്വാസമില്ല. പകൽ സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നവനാണ്. ഞാൻ എപ്പോഴും അങ്ങനെയാ പറയാറുള്ളത്. അങ്ങനല്ല, ഞാൻ തമാശ പറയാണെന്ന് വിചാരിക്കരുത്. ആ വീട്ടില് അറകൊലയുണ്ട്. പല ഭയങ്കര സംഭവങ്ങളും നടന്നിട്ടുള്ള വീടാണ്. ഇങ്ങനെ മുത്തശ്ശി കഥകൾ പലതും കാണും. അല്ലനിയ, വളരെ കാലം മുമ്പ് ഒരു പെൺകുട്ടി ആ വീട്ടിൽ ആത്മഹത്യ ചെയ്യും. ഒരു കൊച്ചു സുന്ദരി. ഒരു അമാവാസി രാത്രി, ഇലയനക്കമില്ല. പകൽ മുഴുവനും അവൾ അവിടെ പാടിക്കൊണ്ട് നടന്നു.
വൈകുന്നേരം തേച്ചു കുളിച്ചു. ശരീരം മുഴുവൻ ചന്ദനച്ചാറ് പൂശി സർവാഭരണ വിഭൂഷിതയായി അവൾ അടുക്കളയിലേക്ക് കയറി. കടലാസുകൾക്ക് തീ കൊളുത്തുകയാണ്. പ്രേമലേഖനങ്ങൾ, മനസ്സിലായോ? എന്നിട്ട് അവൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. കയറ് പൊട്ടിപ്പോയി. എന്നിട്ട് അവൾ എന്ത് ചെയ്തെന്നറിയാമോ? ശരീരത്തിലാകെ മണ്ണെണ്ണ കോരി ഒഴിച്ചു, തീ കൊളുത്തി. അങ്ങനെ വെന്ത് വെന്ത് മരിക്കുകയാണ്. മരിക്കുമ്പോൾ അവൾക്ക് ജീവിക്കണമെന്ന് കൊതി തോന്നി. എന്നിട്ട് അവൾ അവിടെ എല്ലാം ഇഴഞ്ഞു നടന്നു. അപ്പോഴും ബന്ധു നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നടന്ന കഥയാണ് ഞാൻ. ഇന്നും അമാവാസി രാത്രി അവൾ അവിടെ വരാറുണ്ട്. അവൾ വരുമ്പോൾ ഒച്ച കേൾക്കാം, ടപ്പ് ടപ്പ്, ചെലങ്കുകൾ കുലുങ്ങും, ജലിം ജലിം. അവൾ നടന്നു വരുമ്പോൾ ചന്ദനച്ചാറിന്റെ പരിമളം വീശും. പല രൂപത്തിലും വരും. പൂച്ചയായും വരും, എലിയായിട്ട് വരും, പാമ്പായിട്ട് വരും. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ ഞെട്ടാത്ത എന്ത്? കഥ കൊള്ളാം, പക്ഷെ എനിക്ക് ഭയം തോന്നിയില്ല. ആ താക്കോൽ... കല്യാണി, ആ തെക്കേപ്പരയുടെ താക്കോൽ ഞെടുത്തുണ്ടോ? അവൻ അങ്ങനെ സൂക്കേടാ. ഏതായാലും ഒറ്റയ്ക്ക് നിങ്ങൾ രാത്രി അവിടെ കഴിയണ്ട. നിൽക്കണം നിൽക്കണം നിൽക്കണം. നിങ്ങൾ അവസാനമായിട്ടൊന്ന് കണ്ടോട്ടെ. ഈശ്വരോ രക്ഷോ, നല്ലൊരു മനുഷ്യൻ. ഈ പറഞ്ഞതെല്ലാം നേരാണോ? എല്ലാം സത്യമാണ് സാർ. എന്താണ് തുറന്നൂടെ? തുറക്കാൻ വരട്ടെ. ഈ വീടിനെ പറ്റി പറഞ്ഞതെല്ലാം നേരാണോ? എന്തോന്ന് പറയും? അസമയമായാൽ ആരും ഈ റോഡിൽ നടക്കില്ല. അഥവാ നടന്നാൽ ഈ വീട്ടില് യക്ഷി മയക്കി വീട്ടിലേക്ക് കൊണ്ടുവരും. പിന്നെ പിറ്റേ ദിവസം അയാളുടെ ശവം ഈ പാലയുടെ അടി കാണും. അത്രേ. മണ്ണാൻ കട്ട. എടാ, ആ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് പറക്കി വയ്ക്കും. Not bad. എന്താടാ എടുത്തോണ്ട് പോ. എടാ, എടുത്തോണ്ട് പോവാ. ഒരു പൊടി പോലും ഇല്ലല്ലോ. എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടാ മതി. ആൾ പാർപ്പില്ലാത്ത വീടാണെന്ന് തോന്നുകയില്ല. പക്ഷെ ഞാൻ വരുമെന്ന് വിചാരിച്ച് ജയിച്ചായിരിക്കും. ഒരു 6 മാസമായി കാണും ഈ വീട് തുറന്നിട്ട്. അതെയോ?
ഇങ്ങനെ ചില പ്രത്യേകതകൾ ഈ വീടിനുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ഇത് ഏതമ്പലമാണ്? ഇത് ഒരു യക്ഷിയമ്പലത്തിന്റെ പടമാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇവിടുത്തെ യക്ഷിയെ ഹോമിക്കാനായിട്ട് ചമ്രവട്ടം മന്ത്രവാദിയെ കൊണ്ടുവന്ന് ചില ക്രിയകളൊക്കെ നടത്തി. അയാൾ ചില അട്ടപ്രയോഗങ്ങളൊക്കെ ചെയ്തു. എന്ത് പ്രയോഗം? ഒരു കുടം നെയ്യുറുമ്പിനെ കൊണ്ടുവന്ന് ഹോമിച്ചു. ഈ വീട്ടിനകത്ത് ഹോമം നടന്നുകൊണ്ടിരിക്കുമ്പം അതാ ആ പാലമരത്തിന്റെ കൊമ്പ് അടന്നു വീണു. യക്ഷിയെ ഹോമിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ചമ്രവട്ടം കൊണ്ടുവച്ചതാണ് ഈ യക്ഷിയമ്പലത്തിന്റെ പടം. ആ യക്ഷിയെ ഈ പടത്തിൽ ആവാഹിച്ചിരുത്തിയിരിക്കുകയാണ്. ശല്യം ഒന്നും ഉണ്ടാവില്ലെന്നാണ് മന്ത്രവാദി പറഞ്ഞത്. അല്ല, ശല്യം ഒന്നും ഉണ്ടാവില്ലെങ്കിൽ എന്റെ കൂടെ താമസിച്ചോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. ജുഡി ജുഡി ജുഡി, ഈ മുറിയിൽ കിടന്നാണ് ആ പെണ്ണ് വെന്ത് മരിച്ചത്. നമുക്ക് മുൻവശത്ത് ചെന്നിരിക്കാം. അനന്തം വയ്ക്കുള്ളൂ, ഞാൻ സാധനങ്ങൾ മുറികളിലാക്കിയിട്ട് വന്നോളാം.